തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറം സ്വർണത്തിന്റെ കലവറയോ? ശ്രീപത്മനാഭന്റെ സ്വർണം ഒലിച്ചു വന്നതോ അറിയില്ല. കടപ്പുറം നിറയെ സ്വർണം. ദേ നോക്കൂ, ഈ ഉച്ച സമയത്ത് ഈ കാണുന്നവരെല്ലാം സ്വർണം തേടുന്നവരാണ്. അപ്പുറത്തെ സൈഡുമുണ്ട് ധാരാളം പേർ സ്വർണം തേടുന്നു. ഇതൊരു നട്ടുച്ച നേരമാണ്, എന്നിട്ടും ഇത്രയും പേർ സ്വർണം തേടിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ആ കാണുന്നവരെല്ലാം സ്വർണം തേടുന്നവരാണ്. എങ്ങനെയാണ് ഇവിടെ സ്വർണം വന്നു എന്ന ചോദ്യത്തിന് പലർക്കും പല അഭിപ്രായമാണ്. ചിലർ പറയുന്നു രാജാക്കന്മാർ ആറാട്ട് കഴിഞ്ഞ് വാരിയെറിയുന്നതാണെന്നും, ചിലർ പറയുന്നു അല്ല, ശംഖുമുഖം കടപ്പുറം കാണാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണെന്നും. എന്തായാലും പല ആൾക്കാരും സ്വന്തം തൊഴിൽ പോലും ഉപേക്ഷിച്ച് കടപ്പുറത്ത് നിന്നും സ്വർണം പറക്കുന്ന തിരക്കിലാണ്. കടലുമായി നല്ല പരിചയമുള്ളവരാണ് ഈ സ്വർണം തിരച്ചിൽ നടത്തുന്നത്. രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് കിട്ടുന്നത്? സ്വർണ്ണം ചെയ്ത അതെ മോതിരം അല്ലേ? ഈ രാജാക്കന്മാരോട് കുളിക്കാൻ വരുമ്പോൾ ഊരി എറിയുന്നതാണോ അത്? അങ്ങനെ ആവാം അല്ലേ? ചേട്ടന് സ്വർണ്ണം തന്നെ കിട്ടിയാ? 5 പവൻ 4 പവൻ 3 പവനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ബ്രേസ്ലെറ്റ്, അത് ഇത്, കൊലുസ്, മാലയൊക്കെ. ഇപ്പൊ ഒരാൾക്ക് ഒരു അച്ഛനും മകനും ഓരോ കമ്മല് അല്ല മോതിരം വീതം കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ അവർ കാണിക്കാൻ തയ്യാറാകുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആൾക്കാർ ഗവൺമെന്റ് വല്ലതും ചോദിക്കുമെന്ന് വല്ലതും വിചാരിച്ചിട്ട് ആര് ചോദിക്കും?